നമസ്കാരം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യവ്യാപകമായി ആളിക്കത്തിയ പ്രതിഷേധങ്ങൾക്ക് തൊട്ടു പിന്നാലെ ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷിയായ ബി.ജെ.പിക്ക് അപ്രതീക്ഷിത തിരിച്ചടി. 3 മണ്ഡലങ്ങളിലേക്ക് നടന്ന പോരാട്ടത്തിൽ ബീഹാറിലെ ബി.ജെ.പിയുടെ അടിയുറച്ച കോട്ടയിൽ വൻ അട്ടിമറി വിജയം നേടി പ്രമുഖ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ സജീവ രാഷ്ട്രീയത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം. മധ്യപ്രദേശിൽ കോൺഗ്രസും ഗുജറാത്തിൽ ബി.ജെ.പിയും തങ്ങളുടെ സീറ്റുകൾ നിലനിർത്തി. ബീഹാറിലെ ബംഗിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി നീരജ് കുമാർ സിൻഹയെ 19,000-ൽ പരം വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിന് അട്ടിമറിച്ചാണ് ജൻ സുരാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ ചരിത്ര വിജയം സ്വന്തമാക്കിയത്. ആർ.ജെ.ഡിയുടെ രേഖകുമാരിയാണ് മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തെത്തിയത്. 1995 മുതൽ ബി.ജെ.പി മാത്രം ജയിച്ചു വരുന്ന പാർട്ടിയുടെ ഏറ്റവും ഉറച്ച കോട്ടകളിലൊന്നായിരുന്നു ബംഗിപ്പൂർ. ബി.ജെ.പി പരാജയമറിയാത്ത മണ്ഡലം കൂടിയാണിത്. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനാണ് ഈ മണ്ഡലത്തിൽ ഒടുവിൽ നിയമസഭയിലെത്തിയത്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ഇവിടെ ജയിച്ചത് ബി.ജെ.പി ക്യാമ്പുകളെ ഞെട്ടിച്ചിട്ടുണ്ട്. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ തന്നെ പ്രശാന്ത് ലീഡ് ഉയർത്തിയിരുന്നു. 16-ാം റൗണ്ട് വോട്ടെണ്ണലിനിടെ പ്രശാന്ത് 31,742 വോട്ട് വെട്ടിയിലാക്കിയിരുന്നു. 2025-ലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിരാശാജനകമായ പ്രകടനത്തിന് ശേഷമുള്ള ജൻ സുരാജ് പാർട്ടിയുടെ വലിയ മുന്നേറ്റമാണ് ബീഹാറിൽ തെളിഞ്ഞത്. ഏതാണ്ട് 2 പതിറ്റാണ്ടോളം നിതിൻ നബീൻ നിലനിർത്തിയ മണ്ഡലമാണിത്. സിറ്റിംഗ് എം.എൽ.എ ആയിരുന്ന നിതിൻ നബീൻ ഒഴിഞ്ഞതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. മണ്ഡലത്തിൽ ബി.ജെ.പി ആദ്യം നിശ്ചയിച്ച സ്ഥാനാർത്ഥി അഭിഷേക് കുമാർ സിൻഹ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം അപ്രതീക്ഷിതമായി പിന്മാറിയത് ബി.ജെ.പി ക്യാമ്പിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. തുടർന്ന് യുവജന വിഭാഗം നേതാവായ നീരജ് സിൻഹയെ ബി.ജെ.പി മത്സരിപ്പിച്ചു. 2025-ലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 238 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ജൻ സുരാജ് പാർട്ടിക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ജാതിമത രാഷ്ട്രീയത്തിനപ്പുറം പുതിയൊരു രാഷ്ട്രീയ ബദൽ ഉയർത്തിക്കാട്ടാൻ ബി.ജെ.പിയുടെ ഈ സുരക്ഷിത കോട്ട തന്നെ തിരഞ്ഞെടുത്ത് പ്രശാന്ത് കിഷോർ നേരിട്ട് മത്സരരംഗത്ത് ഇറങ്ങിയായിരുന്നു. മുൻനിര തന്ത്രജ്ഞനിൽ നിന്ന് ജനകീയ നേതാവിലേക്കുള്ള കിഷോറിന്റെ ഈ വിജയം ബീഹാറിലെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുണ്ടാക്കിയതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ബി.ജെ.പിയുടെ നീരജ് കുമാർ സിൻഹയ്ക്ക് പുറമെ ആർ.ജെ.ഡിയുടെ രേഖകുമാരിയായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ പ്രധാന എതിരാളി. തുടക്കം മുതൽ കൃത്യമായ ലീഡ് നിലനിർത്തിയ കിഷോർ വോട്ടെണ്ണൽ പുരോഗമിക്കവേ എതിർ സ്ഥാനാർത്ഥികളെ ബഹുദൂരം തന്നെ പിന്നിലാക്കി വിജയം ഉറപ്പിക്കുകയായിരുന്നു. സുരക്ഷിത മണ്ഡലങ്ങൾ തെരഞ്ഞെടുക്കാതെ ജാതിമത രാഷ്ട്രീയത്തിനപ്പുറം ജനം ചിന്തിക്കണമെന്ന സന്ദേശം നൽകാനാണ് ബി.ജെ.പിയുടെ ഉറച്ച കോട്ടയായ ബംഗിപ്പൂരിൽ മത്സരിച്ചതെന്ന് പ്രശാന്ത് കിഷോർ വ്യക്തമാക്കിയിരുന്നു. മുൻനിര രാഷ്ട്രീയ തന്ത്രജ്ഞനിൽ നിന്ന് ജനകീയ നേതാവിലേക്കുള്ള പ്രശാന്ത് കിഷോറിന്റെ മാറ്റമായിട്ടാവും കന്നി അംഗത്തിലെ ഈ ജയം വിലയിരുത്തപ്പെടുക. ജൻ സുരാജ് എന്ന പുതിയ രാഷ്ട്രീയ ബദൽ ബീഹാർ ജനത സ്വീകരിച്ചു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ആർ.ജെ.ഡിയുടെയും ബി.ജെ.പിയുടെയും പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ ജൻ സുരാജിന് സാധിച്ചുവെന്നും ഈ മുന്നേറ്റം വ്യക്തമാക്കുന്നു. മധ്യപ്രദേശിലെ ദാദിയ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാവ് ഘനശ്യാം സിംഗിലൂടെ കോൺഗ്രസ് സീറ്റ് നിലനിർത്തി. മുൻ എം.എൽ.എ രാജേന്ദ്ര ഭാരതി ബാങ്ക് തട്ടിപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ട് അയോഗ്യനായതിനെ തുടർന്നാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ബി.ജെ.പിയുടെ അശുതോഷ് തിവാരിക്കെതിരെ മികച്ച ഭൂരിപക്ഷം നേടിയാണ് ഘനശ്യാം സിംഗ് വിജയിച്ചത്. മുതിർന്ന ബി.ജെ.പി നേതാവ് നരോത്തം മിശ്രയ്ക്ക് സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലി ബി.ജെ.പിയിൽ വലിയ ആഭ്യന്തര തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതേസമയം ഗുജറാത്തിലെ വഡോദരയിലുള്ള മഞ്ചൽപൂർ മണ്ഡലത്തിൽ ബി.ജെ.പി തങ്ങളുടെ മേധാവിത്വം നിലനിർത്തി. മുൻ മന്ത്രിയും 8 തവണ എം.എൽ.എയുമായിരുന്ന യോഗേഷ് പട്ടേലിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥി സതീഷ് ഗോവിന്ദ് ഭായ് പട്ടേൽ 30,630 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ വിജയിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിക്കാഭായ് റാബർക്കെതിരെ 30,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സതീഷ് പട്ടേലിന്റെ വിജയം. 55,481 വോട്ടുകൾ സതീഷ് പട്ടേൽ പിടിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 24,851 വോട്ടുകളാണ് ലഭിച്ചത്.